അതീവ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട കാര്യം ഏറെക്കാലമായിട്ട്, അതായത് 10-50 വർഷത്തിലധികമായിട്ട് ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരുപാട് ആളുകൾ പെട്ടെന്നൊരു അപകടം ഉണ്ടാകുന്നു. അതിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 പേർ നഷ്ടപ്പെടുന്നു. അവർ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ആ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 3 പേരുടെ ജീവൻ എത്തിയപ്പോൾ തന്നെ 3 പേർ മരിച്ചിരിക്കുന്നു എന്ന അതീവ ദാരുണമായിട്ടുള്ള ഒരു സങ്കടകരമായിട്ടുള്ള വാർത്ത. അതിൽ ആ ഒരു വാർത്തയിൽ മനംനൊന്ത് ഇരിക്കുന്ന അവരുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ ഈ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന വർഷങ്ങളായിട്ട് 10-50 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്ന വ്യാപാരികളെയും എല്ലാം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരും ആകെ തന്നെ മനസ്സ് തകർന്ന് അതീവ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ വലിയങ്ങാടിയിൽ ഒട്ടനവധി തൊഴിലാളികൾ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ബന്ധുക്കളെ വിവരം അറിയിക്കാനാകാതെ വിഷമിച്ചിരിക്കുന്ന ഇവരുടെ മുഖം അത് മനസ്സിൽ നിന്ന് പോകുന്നതല്ല. അതുപോലെ തന്നെ ചില ബന്ധുക്കളെല്ലാം തന്നെ വിവരം അറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. 3 പേരുടെ മരണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ സംഭവം നടക്കുന്ന സമയത്ത് 7ഓളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 2 പേർ ഓടി. കാരണം ഓരോ ആഴ്ചകളിലും ഞങ്ങൾ മേയറുടെ മുന്നിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മുന്നിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിനോദ് എന്ന ആളെ ആദ്യം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ പോലും അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരാൾ നിസ്സാര പരിക്കുകളോടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ തുടരുന്നുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം. നമ്മൾ ഈ ബന്ധുക്കളുടെ എല്ലാം തന്നെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് കണ്ടത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുമ്പാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ഇവിടെ ആശുപത്രിയിൽ എത്തി ബന്ധുക്കളെ സന്ദർശിച്ചത്. ആശുപത്രി അധികൃതരോട് വിവരം ആരാഞ്ഞ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അതീവ ഗുരുതരാവസ്ഥയിൽ വിനോദ് അവിടെയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ അവിടെ തുടരുന്ന സാഹചര്യമാണുള്ളത്. മേയർ നമ്മളോട് പ്രതികരിച്ചത് കെട്ടിടത്തിൻ്റെ പരിശോധനകൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒട്ടനവധി കെട്ടിടങ്ങൾ, കാലപ്പഴക്കം ചെന്ന ഒട്ടനവധി കെട്ടിടങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. കെട്ടിടത്തിൻ്റെ പരിശോധനകൾ കൃത്യമായിട്ട് നടന്നിരുന്നു. കെട്ടിടം അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്ന മേയറുടെ പ്രതികരണം. ഈ വലിയങ്ങാടിയിലെ ഒരു വ്യാപാരി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു? ഞാൻ ഷോപ്പിലായിരുന്നു. ശബ്ദം കേട്ടിട്ടാണ് കൂടിയായിരുന്നത്. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും 5 ആൾക്കാർ അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഒരാളെ നമ്മളെടുത്ത് അപ്പോൾ തന്നെ പുറത്ത് പോകണമെന്ന്. ബാക്കി 3 ആൾക്കാരെ ഓരോ ഫയർഫോഴ്സും മറ്റും വന്നതിന് ശേഷമാണ് എടുക്കാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കാറിൽ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ആംബുലൻസ് എത്തുമ്പോൾ നേരം വയ്ക്കുന്നു. അങ്ങനെ വണ്ടി ഏൽപ്പിച്ച് കാറിൽ പിടിച്ച് പോകണം. ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നത്. ഏകദേശം എത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യും? ഞാൻ 10 വർഷമായി. മൂപ്പന് ഇപ്പോൾ മരിച്ച ആൾ ഏകദേശം 10 കൊല്ലം 9 കൊല്ലത്തോളമായി അവിടെ പണിയെടുക്കുന്ന ആൾ. ഒരാൾ ഡ്രൈവറാണ്, ഒരാൾ കയറ്റി തൊഴിലാളിയാണ്. അവരൊക്കെ കുറേ വർഷങ്ങളായിട്ടുള്ള 40 കൊല്ലം 45 കൊല്ലമായിട്ട് പണിയെടുക്കണം. കെട്ടിടം നേരത്തെ തന്നെ അപകട ഭീഷണിയുള്ളതാണ്. നിങ്ങളത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി? അത് പറഞ്ഞതാണ് അതൊക്കെ. അപ്പോൾ നോട്ടീസ് കോർപ്പറേഷൻ നോട്ടീസൊക്കെ തന്നതാണ്. പക്ഷേ ചില വ്യാപാരികളെ അത് സ്റ്റേക്ക് പോയി അറിയാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു. നമ്മൾ മുമ്പ് പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അത് കുറിച്ചവർക്ക് നോട്ടീസ് കൊടുത്താൽ ചില ആളുകളൊക്കെ സ്റ്റേക്കും കാര്യം പോയിട്ട് അങ്ങനെ നിന്നതാണ്. ഒരു അപകടം സംഭവിച്ചാൽ ചില ആളുകളെ കണ്ണ് തുറക്കുകയും അങ്ങനെയെങ്കിൽ അത് പൊളിച്ച് പുതിയ വരട്ടെ. കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിലെ നടപടിയൊന്നും ഉണ്ടായില്ല ഈ പരാതികൾ നൽകിയ സമയം? കോർപ്പറേഷൻ ഒഴിഞ്ഞ് നിർത്താൻ വേണ്ടി നോട്ടീസ് കൊടുത്താൽ ചില ആൾക്ക് സ്റ്റേക്ക് പോയിന്നാ മനസ്സിലാക്കാൻ കഴിഞ്ഞ്. പിന്നീട് ഒരു വ്യാപാരി പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റേക്ക് പോയിന്ന് ഭാഗമായിട്ടാണ് അങ്ങനെ നിന്നത്. അതിന് കൂടുതൽ അന്വേഷണം മനസ്സിലാവും. പറഞ്ഞ സ്ഥിതി അതാണ് കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തത്. ഈ താഴെ ഗുണം ഇപ്പോൾ മുകളിലൊന്നും കൊടുക്കുന്നില്ല, മുകളിലേക്കൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല, കുഞ്ഞൊന്നും കൊടുക്കുന്നില്ല. താഴെ ഗോഡൗണുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്താണ്. പക്ഷേ ചില വ്യാപാരികൾ സ്റ്റേക്ക് മനോഭാവമായിട്ടാണ് നിന്നെന്ന് മനസ്സിലായത്. ഇപ്പോൾ അവിടെ ജോലി ചെയ്യും. ഞാൻ 33 കൊല്ലമായി വെല്ലങ്ങാടിലെ അട്ടിമറി വിഭാഗത്തിലാണ്. ഈ ലോറിയൊന്നും നമ്മളാണ് ഇവർക്ക് സാധനമൊക്കെ പിടിച്ചു കൊടുക്കുക. ഇത് മരിച്ച ആളുകളെ നമ്മൾ 10 പോലെ കാണാം. അവർക്ക് കുറേ മുമ്പുള്ള ഈ അതുപോലെ ബഷീർ അത്തോളി ബഷീർ കുറേ മുമ്പ് അവിടെ ജോലി ഡ്രൈവറായിട്ട് വരുന്നത്. ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചു. അങ്ങനെ ജപ്പാൻ്റെ ബന്ധുക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. മറ്റേ അത്തോളിയിലാണ് അവർ ഉള്ളത്. അവരൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും സ്മിത, വ്യാപാരികൾ എന്തായാലും വലിയ അതീവ വൈകാരികമായിട്ടുള്ള രംഗങ്ങളിലൂടെയാണ് ഈ ആശുപത്രി പരിസരം എല്ലാം തന്നെ കടന്നു പോകുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.